ലച്ചു കേശു ശിവ എവിടെ? അയ്യ കേശുവും ശിവയും രണ്ടും കൂടെ റോട്ടിൽ കിടന്ന് അടി വഴി നീള ബഹളവും. എനിക്കിനി വയ്യ, അച്ഛൻ പോയി വിളിച്ചിട്ട് വാ. വഴക്കിട്ടെന്ന് പറഞ്ഞ റോഡിൽ ഉപേക്ഷിച്ചിട്ട് വരണ? റോട്ടിലൊന്നും അല്ല, ഗേറ്റിന്റെ അപ്പുറത്തുണ്ട്. ഇവിടെ ഒരു കൊണ്ടുവന്ന പാടെ എനിക്കറിയോളൂ. ദേ അമ്മേ, നീ ഒരു ജോലി തന്നെ ഏൽപ്പിക്കരുത് കേട്ടോ. ഓ ഏപ്പി ജോലിയൊക്കെ നീ ചെയ്യാറുണ്ടല്ലോ. അവരെന്തിനാ മോളെ വഴി കൂടണേ? അലീന ഫ്രാൻസിസ്. നാണക്കേടല്ലേ ഇവന്? ഞാൻ ഇവനെ രാവിലെ കൈയോടെ പിടിച്ചതാ, പിന്നെ ഉച്ചയ്ക്ക് വന്നേക്കണ്. എന്താണ് മിണ്ടാത്തെ? സംസാരിക്കാൻ ഞാൻ പറഞ്ഞോളാ പറഞ്ഞപ്പോ നീ മെക്കെട്ട് കയറിയില്ലേ? മാറ്റി പറയാൻ. റോഡിൽ കിടന്നാണ് ബഹളം വെക്കണ. അതോടി ഇനി ഇവനകത്തായിട്ടുണ്ടാ, ഇവന് ഇവിടെ തന്നെ കിടന്നാ മതി. എന്താ കാര്യം? ഈ പുന്നാരപ്പോട് ചോദിച്ചു നോക്ക് എന്താ കാര്യം. മക്കളെ കേശു എന്ത് പറ്റിയടാ? രാവിലെ സയാമി സിരട്ടകളെ പോലെ പോയാണ്. ഇപ്പൊ എന്ത് പറ്റി? അവിടെ സ്വഭാവം അറിയാം അമ്മയെക്കാളും മോശം. അനീത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവള് മനസ്സിലാക്കട്ടെ എന്റെ മനസ്സ്. എനിക്ക് കാണത്തില്ല ഇച്ചിരി ഇഷ്ടങ്ങളൊക്കെ. പാലു എന്താ ഇത്? അലീന ഫ്രാൻസിസ്. രണ്ടും കൂടി എനിക്ക് പാര വെച്ചിട്ട് എന്തായി? എന്നെ വിളിച്ച എന്റെ ഫ്രണ്ട് തന്നെയാ, മെസ്സേജ് അയച്ചതും എന്റെ ഫ്രണ്ട് തന്നെ. എടി നീ കാര്യം വിട്. നീ ഇപ്പൊ എന്തായാലും ഈ പ്രശ്നത്തിൽ നിന്ന് തടയാൻ പോകണ്ട. അതെന്തേ ഇവന്റെ കാര്യം, അത് കഴിഞ്ഞ് നിന്റെ കാര്യം. പ്രശ്നം ഉണ്ടാക്കാതെ പോയെന്ന് പഠിക്കടി. പഠിത്തൊക്കെ പിന്നെ കേശു നീ എന്താടാ മൗനവ്രതത്തിൽ നിൽക്കാണോ? എന്തായാലും ഈ പ്രശ്നം തീർന്നിട്ടില്ല. തീരും വരെ എനിക്കൊരു റെസ്റ്റും ഉണ്ടാവില്ല. ശിവ എന്തോ ബഹളോണിത്? എന്താ ഇത്ര ഉറക്കെ സംസാരിക്കണേ? പതുക്കെ പറഞ്ഞൂടെ? കേശു വാ ഒന്ന് ഭക്ഷണം കഴിക്ക്. വേണ്ടമ്മേ, അവനിന്ന് അവൾക്ക് വേണ്ടി അലീന ഫ്രാൻസിസിന് വേണ്ടി പട്ടിണി എടുക്കാൻ തീരുമാനിച്ചായിരിക്കും. അയ്യേ നാണക്കേടത്. അമ്മ നാണക്കേട് അമ്മയ്ക്കൊന്നല്ല എനിക്കാ. ഇവനെന്റെ ക്ലാസ്സിൽ വന്നിട്ട് അലീന ഫ്രാൻസിസിനോട് കിന്നാരം. ചില സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞ. അമ്മേ സത്യം പറഞ്ഞ മിണ്ടായത് എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അവനിന്ന് രാവിലെ വന്നിട്ട് അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കുന്നു. ആണോടാ? ആണോ? മിണ്ടില്ല. അവനിന്ന് മിനി കോട്ടന്റെ അടുത്ത് വെച്ച് അവൾക്ക് 40 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. അത് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പ പറന്ന് അവിടെ എത്തി. അലീന ഫ്രാൻസിസിന് 2 കൊടുത്തു. ഇവരാ നേരം കൊണ്ട് ഓടി. നാണം കെട്ടവൻ. അമ്മ അവളെന്റെ ശത്രുവാ. ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞ അവളെന്നെ കളിയാക്കി കൊല്ലും. അവളുടെ അടുത്ത് കിന്നാരം പറയാൻ പോയിക്കുന്നു. അമ്മ സാഹചര്യം അനുസരിച്ച് ചിരിക്കണം. ഓ സോറി, അറിയാതെ ചിരിച്ചു പോയതാ. പാല് കുടിക്കാൻ വരുമോ? അമ്മ പാലും തേനും കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. അത് ഞാൻ ഈ പ്രശ്നത്തിനോട് തീരുമാനമാക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് ചിരിച്ചു മരിക്കും. നീ ചിരിച്ചോ? നിന്റെ ചിരിയൊക്കെ മാറും. ആദ്യം ഈ പ്രശ്നത്തിനോട് തീരുമാനമാക്കട്ടെ. അമ്മ ചായ ഉണ്ടോ? വാ ചായര പാല് കുടിക്കാൻ വാ. അമ്മ ഞാൻ പറഞ്ഞില്ലേ പ്ലീസ്. അയ്യോ മറന്നുപോയി അതാ. വാ. ഒരു സുസ്ഥിരം തരില്ലെന്ന് വെച്ചാ ആ മോളെ സുസ്മിത നീ എത്തിയാ? വീട്ടിലെത്തിയാ? ആ ഇങ്ങോട്ട് വരണ്ട, ചേട്ടാ രാവിലെ അങ്ങോട്ട് വരാം കേട്ടാ. ആ ട്രെയിനിലാ വന്നേ? ആ ശരി ശരി ശരി. നിങ്ങൾ അനിയത്തി സുഷ്മിത എത്തിയാ? ആ എത്തി. എന്നാ നെയ്യാറ്റിങ്ങരയ്ക്ക്? നാളെ രാവിലെ പോവും. ഓ നാളെ രാവിലെ തന്നെ. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സമയമില്ല, അവിടെ വേദന ഇവിടെ വേദന. എന്തൊരു ഉത്സാഹം ഇപ്പൊ. അവന്ന് വരും. ആര്? എന്റെ പൊന്നാരി. അവൻ 2 ദിവസം കഴിയുമ്പോൾ വരും. എന്തേ അവൻ അന്വേഷിക്കണേ? അല്ല അവൻ ഇവിടെ വരൂല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. അവനോട് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അവൻ കുഴപ്പക്കാരനാണ്, അതാണ് കുഴപ്പം. ബാലു ദേ അനാവശ്യം പറയരുത് കേട്ടാ. അവൻ മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ ഒന്നുമല്ല. മാനമര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തനാ. ആ അതിന്റെ നല്ല അഹങ്കാരം അവനുണ്ട്. നിങ്ങൾ അനിയത്തി അവന് വേണ്ട. അവളെ വേറെ ആർക്കും ഏറ്റെടുക്കാനും പറ്റൂല. അയ്യേ അവളെ പറയാൻ ആൾക്കാരെ ക്യൂ നിൽക്കാണ്. പിന്നെ അവള് മാവേലി സ്റ്റോറല്ലേ ക്യൂ നിൽക്കാൻ. നിനക്ക് എന്താണ് അവളുടെ അടുത്ത് ഇത്ര വൈരാഗ്യം? എനിക്ക് അവളുടെ അടുത്ത് വൈരാഗ്യമൊന്നുമില്ല. അവൾക്ക് എന്നോട് സ്നേഹമോ ബഹുമാനം ഒന്നുമില്ല. നിന്റെ അനിയന് ഭയങ്കര ബഹുമാനമാണ് എന്റെ അടുത്ത്. തർക്കിക്കാനൊന്നും ഞാനില്ല. നിങ്ങൾ അനിയത്തി ഇവിടെ കൊണ്ടു നിർത്തിക്കോ പോരെ? ആ ഞാൻ കൊണ്ട് നിർത്തും. പക്ഷെ നിന്റെ അനിയനെ നീ നിലയ്ക്ക് നിർത്തണം. അവളിപ്പം പഴയതിലൊന്നല്ല, ഇപ്പം കാണാൻ നല്ല ഗ്ലാമറാണ്. ഇതൊക്കെ കാണുമ്പോൾ നിന്റെ അനിയന്റെ മനസ്സിന് ഇളക്കം ചാഞ്ചാട്ടൊക്കെ വരും. എന്റെ അനിയനെ കാണാൻ എന്താ കുഴപ്പം? അവൻ കൃഷിയും വളമൊക്കെ ഇട്ട് നടക്കണോണ്ടാ.
അവന്റെ താടിയൊക്കെ ഒന്ന് വടിച്ച് നല്ല ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നടന്ന അവളേക്കാൾ സുന്ദരനവൻ. വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ. നിങ്ങൾ കല്ലിൽ അവനെ കണ്ണെടുത്താ കണ്ടൂടാ. അതൊക്കെ പോട്ട്. നമ്മുടെ കേശു ശിവ അലീന ഫ്രാൻസിസ് ബന്ധം എന്തായി? അവൻ വിരണ്ടു, അവള് വിരട്ടി. അവൻ പിള്ളേരുടെ പാവം. ആ പിള്ളേര് അവന്റെ കയ്യിലിരിപ്പം അത്ര ശരിയൊന്നുമല്ല. പിള്ളേര് പെരുമാറുന്ന പോലെ സംസാരിക്കുന്ന പോലെ ഒന്നല്ല അവൻ സംസാരിക്കണം. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. എന്റെ ബാലു, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളേർക്ക് അത് മനസ്സിലാക്കാനും അനുഭവിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ലെവല് മാറി പ്രേമം, ലവ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ലെവല് വേറെയാ. പിള്ളേർ അത് അങ്ങനെയല്ല മനസ്സിലാക്കണേ. പ്രേമം നല്ല പ്യുവർ പ്രേമം, മാംസനിബദ്ധമല്ല അനുരാഗം. നീ വായി ഇത് നീ വാ, പറയട്ടെ കാര്യം. എന്താ തുടങ്ങിയ, എവിടെ അവസാനിപ്പിച്ചേ? ശരിക്കും നിഷ്കളങ്കമല്ലടി പ്രേമം. നീ വാ. അമ്മേ